ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രഘുപതി സുഗ്രീവനെ നോക്കി അല്പം ശാസനാരൂപത്തിൽ അരുളി ചെയ്തു. അർത്ഥാത്മജ, അങ്ങ് ചെയ്തത് അത്ര ശരിയായില്ല. രാവണൻ നമ്മുടെ ശത്രുവാണെങ്കിലും പ്രകീർത്തിതനായ ഒരു മഹാരാജാവാണ്. തുറന്ന രണാങ്കണത്തിൽ വെച്ച് യുദ്ധമുറയനുസരിച്ച് നമുക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നടന്നത് അങ്ങനെയല്ല. ഒരു സാധാരണക്കാരനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ സാരമില്ല. അങ്ങ് കിഷ്കിന്ധയിലെ രാജാവാണ്. ഏത് ജീവിക്കും അതിൻ്റെതായ ധർമ്മം ഭാഷണത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും സ്ഫുരിച്ചിരിക്കണം, പ്രത്യേകിച്ച് ഭരണാധികാരികളായ രാജാക്കന്മാർക്ക്. സുഗ്രീവൻ തൻ്റെ തെറ്റിന് സ്വാമിയോട് ക്ഷമ ചോദിച്ചു. രാവണന്റെ മാതാവായ കൈകസിയുടെ പിതാവ് സുമാലിയുടെ ജ്യേഷ്ഠനാണ് മാല്യവാൻ. ലങ്കയിലെ വിവരങ്ങളെല്ലാം അറിഞ്ഞ മാല്യവാൻ വന്ന് രാവണനെ ഉപദേശിക്കുകയാണ്. രാമൻ വെറും ഒരു മനുഷ്യനല്ല, വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. അതുകൊണ്ട് സീതാദേവിയെ തിരിച്ചു കൊടുത്ത് മാപ്പ് അപേക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാവണൻ മുത്തച്ഛനെ അപമാനിച്ച് ഇറക്കിവിട്ടു. അദ്ദേഹം തൻ്റെ പുത്രനായ പ്രഹസ്തനെ ചെന്ന് കണ്ടു. എന്തായാലും മരിക്കുന്നതുവരെ ലങ്കയ്ക്ക് വേണ്ടി പോരാടണമെന്നും രാവണനെ വിട്ടു നിൽക്കരുതെന്നും മകനെ ഉപദേശിച്ചതിന് ശേഷം ആ വൃദ്ധൻ ലങ്കയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു പിരിഞ്ഞു. രാമൻ പറഞ്ഞു, യുദ്ധാരംഭത്തിന് മുമ്പ് ചില ധർമ്മനീതികൾ അനുഷ്ഠിക്കാനുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനമായതാണ് ദൂത സന്ദേശം. രാവണൻ അവന്റെ ദൂതനായി ശുകനെ നമ്മുടെ മുമ്പിൽ അയച്ചു. ഇനി നാം ഒരു ദൂതനെ അങ്ങോട്ടും അയക്കണം. അംഗദനാണ് എല്ലാം കൊണ്ടും യോജിച്ച ഒരു ദൂതൻ. അവൻ രാവണ സഖാവായ ബാലിയുടെ പുത്രൻ, കിഷ്കിന്ധയിലെ ഇളയ രാജാവ്. അതുകൊണ്ട് അവൻ തന്നെ പോകട്ടെ. അന്ന് സായാഹ്നത്തിൽ അംഗദൻ ശ്രീരാമദൂതനായി ലങ്കയിലെത്തി. അംഗദൻ ദൂതു പറഞ്ഞു, എൻ്റെ ധർമ്മപത്നിയായ സീതാദേവിയെ നീ അപഹരിച്ചു. 10 മാസം കഴിഞ്ഞിരിക്കുന്നു. ആ ദേവിയെ നിരുപാധികം എൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ക്ഷമാപണം ചെയ്താൽ നിനക്ക് രക്ഷയുണ്ട്. ഈ നിർദ്ദേശം നിനക്ക് സ്വീകരിക്കാൻ സമ്മതമില്ലെങ്കിൽ വേഗം അടരാടുവാൻ തയ്യാറായിക്കൊള്ളുക. സീതാദേവിയെ വിട്ടുകൊടുക്കുകയില്ലെന്ന് രാവണൻ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങുമിങ്ങും നടന്ന വാക്പോരിനൊടുവിൽ രാവണൻ ചന്ദ്രഹാസം ഉറയിൽ നിന്നും പുറത്തേക്കെടുത്തു. മിന്നൽ പിണർ വേഗത്തിൽ താരാതനയൻ ചാടി എഴുന്നേറ്റ് കാലുമടക്കി രാവണന്റെ കരണത്ത് ഒരടിയും കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ചാടി ആകാശത്തിൽ ഉത്ഗമിച്ച് രാമസവിധത്തിലെത്തി. സർവ വിവരങ്ങളും ഉണർത്തിച്ചു. വാനരന്മാർ ജയാഘോഷം മുഴക്കി. യുദ്ധം ആസന്നമായിരിക്കുന്നു. 2 ഭാഗത്തു നിന്നും യുദ്ധം ഔപചാരികമായി പ്രഖ്യാപിച്ചു. സൈന്യങ്ങൾ നീങ്ങിത്തുടങ്ങി. ലോകൈകനാഥനായ വിഷ്ണു ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിനും അധർമ്മ വിധ്വംസനത്തിനും വേണ്ടി കേവലം ഒരു മനുഷ്യനായി ജനിച്ച് വനവാസ ദുരിതങ്ങൾ അനുഭവിച്ച് പ്രിയതമയെയും വെടിഞ്ഞ് യാതനകളുടെ ഒരു മൂർത്തിയായി വില്ലും അമ്പും ധരിച്ചു നിൽക്കുന്ന ആ നിൽപ്പ് കാണുവാനായി ദേവഗന്ധർവ കിംപുരുഷാദികളും ബ്രഹ്മർഷികളും അമ്പരത്തിൽ വന്നു നിന്നുകൊണ്ട് പുളകമണിഞ്ഞ് പുഷ്പജാലങ്ങൾ പൊഴിച്ചു. ഈ അവസരത്തിൽ അനന്തശായിയായ ഭഗവാൻ വിഷ്ണുദേവന്റെ അവസ്ഥ എന്താണെന്ന് അറിയുവാനുള്ള കൗതുകത്തോടെ നാരദമുനി വീണയിൽ ഭക്തിഗാനങ്ങളും ആലപിച്ചുകൊണ്ട് നേരെ വൈകുണ്ഠത്തിലെത്തി. ഭഗവാൻ അപ്പോഴും പള്ളിക്കുറുപ്പ് കൊള്ളുകയാണ്. തൃക്കഴൽ കണ്ടു വന്ദിക്കാനായി ചെന്നപ്പോൾ വലത്തെ പാദപത്മത്തിലെ പെരുവിരൽ വിറയ്ക്കുന്നത് കണ്ട് മഹർഷി വിചാരിച്ചു, ഭഗവാനെ, രാമനായി വർത്തിക്കുന്നത് നിന്തിരുവടിയുടെ പെരുവിരലാണെന്നോ. നാരദൻ വീണ്ടും നാരായണമൂർത്തിയെ വന്ദിച്ച് വേഗം തന്നെ അവിടെ നിന്നും നിർഗമിച്ചു. പലതരം യുദ്ധവാദ്യങ്ങളും ഗംഭീര ഭേരി നിനാദങ്ങളും ഇടതടവില്ലാതെ മുഴങ്ങിത്തുടങ്ങി. രാവണപക്ഷത്തിൽ പൂർവഗോപുരത്തിൽ സർവസേനാധിപതി പ്രഹസ്തനും, ദക്ഷിണഗോപുരത്തിൽ വജ്രദംഷ്ട്രനും, പശ്ചിമഗോപുരത്തിൽ മേഘനാഥനും നേതൃത്വം വഹിച്ചു. ഉത്തരഗോപുരത്തിൽ ദശകണ്ഠൻ തന്നെ ബന്ധുമിത്രാദികളും അമാത്യന്മാരും ഒരുമിച്ച് നായകത്വം ഏറ്റെടുത്തു. രാമപക്ഷത്തിൽ പൂർവഗോപുരത്തിൽ നീലനും അവന്റെ സേനയും, ദക്ഷിണഗോപുരത്തിൽ അംഗദനും അവന്റെ സേനയും, പശ്ചിമഗോപുരത്തിൽ ഹനുമാനും അവന്റെ സേനയും ആക്രമണോത്സുകരായി നിരന്നു.
ഉത്തരഗോപുരത്തിലെ സേനകളുടെ നേതൃത്വം ശ്രീരാമചന്ദ്രൻ തന്നെ സ്വയം സ്വീകരിച്ചു. ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ എന്നിവർ യഥാക്രമം അദ്ദേഹത്തിന്റെ പിന്നിലും ഇരുപാർശ്വങ്ങളിലുമായി അണിനിരന്നു. രാക്ഷസപ്പടയുടെ ഹുങ്കാരനാദങ്ങളും വാനരപ്പടയുടെ സിംഹനാദങ്ങളും തിങ്ങി മുഴങ്ങി പ്രപഞ്ചമെങ്ങും മാറ്റൊലിക്കൊണ്ടു. ലങ്കയുടെ ചുറ്റുമുള്ള കിടങ്ങുകൾ, കപിസഞ്ചയങ്ങൾ ചവിട്ടി നിരത്തി. അനവധി പ്രാസാദങ്ങൾ തകർത്തു. ഒട്ടുവളരെ നിശാചരന്മാരും ചത്തൊടുങ്ങി യമാലയം പോകി. ബാണചാപങ്ങൾ, ഖഡ്ഗങ്ങൾ, മഴുവുകൾ, കുന്തങ്ങൾ, ദണ്ഡുകൾ, മുസലങ്ങൾ, മുദ്ഗരങ്ങൾ, ഗദകൾ ആദിയായ ആയുധ സഞ്ചയങ്ങളുമായിട്ടാണ് അരക്കന്മാർ ആയോധനത്തിനായി അടർക്കളം പ്രാപിച്ചത്. രണാങ്കണമായി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലങ്ങളും രണവേദികളായിരുന്നു. അംഗദനും മേഘനാഥനും തമ്മിലും, ഹനുമാനും വജ്രദംഷ്ട്രനും തമ്മിലും, സുഗ്രീവനും പ്രഹസ്തനും തമ്മിലും, വിഭീഷണനും മഹോദരനും തമ്മിലും, നീലനും നികുംഭനും തമ്മിലും, ലക്ഷ്മണനും വിരൂപാക്ഷനും തമ്മിലും നേരിട്ടു. ലക്ഷക്കണക്കിന് രാക്ഷസന്മാരും അവരുടെ രഥസൂത തുരകങ്ങളും വാനരന്മാരാൽ വധിക്കപ്പെട്ടു. രാമബാണങ്ങൾ നാലു വശങ്ങളിലേക്കും പാഞ്ഞുകൊണ്ടിരുന്നു. രാക്ഷസന്മാർ പ്രാണരക്ഷാർത്ഥം അകത്തുള്ള രണ്ടാം കോട്ടയുടെ ഉള്ളിലേക്ക് ഓടിയൊളിച്ചു. ചത്തുവീണ രാത്രിഞ്ചരന്മാർക്ക് കണക്കില്ല. അന്നത്തെ യുദ്ധത്തിൽ രണനിപുണന്മാരായ 4 രാവണ സേനാപതികൾ മരണമടഞ്ഞു. പൊതുവെ വാനര സൈന്യത്തിനായിരുന്നു വിജയം. അംഗദനോട് തോറ്റോടിപ്പോയ ഇന്ദ്രജിത്ത് നാണക്കേടോടുകൂടി കൈനിലയിൽ അഭയം തേടി. രാവണൻ ശാർദൂലനെയും അകമ്പനെയും സ്ഥിതിഗതികൾ അറിയുവാനായി ശത്രു സങ്കേതത്തിലേക്ക് അയച്ചു. അവർ കപിരൂപധാരികളായി അവിടെ ചുറ്റി നടക്കുമ്പോൾ കാര്യം മനസ്സിലാക്കി മർക്കടന്മാർ അവരെ പിടിച്ച് കഠിനമായി പ്രഹരിച്ചു. എന്നിട്ട് കൊല്ലാതെ തിരിച്ചയച്ചു. ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവര് അജയ്യരാണ്, അവരെ ജയിക്കുക എളുപ്പമല്ലെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ദശകന്ധരൻ അവരെ ഭീരുക്കളെന്ന് വിളിച്ച് ആട്ടി പുറത്താക്കി. സീതയെ വിഭ്രമിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും സമരം ജയിച്ചു പിന്മാറാനുള്ള കുരുട്ടുമാർഗമെന്തെന്ന് രാവണൻ പിന്നീട് ആലോചിച്ചു. മായാവിയും മാന്ത്രികനുമായ വിദ്യുജ്ജുഹ്വനെ തൽക്ഷണം തന്നെ ആളയച്ചു വരുത്തി. രണ്ടുപേരും തമ്മിൽ പദ്ധതി തയ്യാറാക്കി. അന്ന് രാത്രി ദശാസ്യൻ അശോകവനത്തിലെത്തി സീതയെ കണ്ടു പറഞ്ഞു. അന്ന് പകൽ നടന്ന യുദ്ധത്തിൽ മർക്കടന്മാർ തോറ്റുപോയെന്നും അശരണനായി തീർന്ന രാമൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ തല പ്രഹസ്തൻ ചെന്ന് വെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. വിഭീഷണനെയും വധിച്ചു. ലക്ഷ്മണൻ ശേഷിച്ച വാനരന്മാരുമായി ഓടിയൊളിച്ചു. സുഗ്രീവനും ഹനുമാനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവരെ എൻ്റെ മകൻ മേഘനാഥൻ നിഗ്രഹിച്ചു. അതുകൊണ്ട് ഇനി നീ സങ്കടപ്പെടേണ്ട, എല്ലാം വിധിയാണെന്ന് കരുതി എൻ്റെ കൂടെ പോരുക. അല്പം കഴിഞ്ഞപ്പോൾ വിദ്യുജ്ജുഹ്വാൻ രാമന്റെ തലയും കോദണ്ഡ ധനുസും അവിടെ കൊണ്ടുവന്നു വെച്ചു. കഴുത്തിൽ നിന്നും കടും ചോര അപ്പോഴും ഒലിക്കുന്നുണ്ട്. സീതാദേവി ഭർത്തൃമുഖത്തേക്ക് ഒന്ന് നോക്കി. ഇടിവാളേറ്റ കദളിവാഴത്തൈ പോലെ അവൾ തളർന്നു താഴെ വീണു. രാവണൻ പറഞ്ഞു, സീതേ, നീ അശരണയായി തീർന്നിരിക്കുന്നു. നിന്റെ ബന്ധുക്കളെല്ലാം മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ ലങ്കയിലെ മഹാരാജ്ഞിയാക്കാം, എൻ്റെ കൂടെ പോരാൻ. സീതയുടെ ക്ഷോഭം അടങ്ങുമ്പോൾ അവൾ താനെ രാവണന് വശംവദയാകുമെന്ന് വിദ്യുജ്ജുഹ്വൻ ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് വിശ്വസിച്ച് ദശാനനൻ തന്റെ അരമനയിലേക്ക് തിരിച്ചുപോയി. സങ്കടപ്പെട്ട് കിടക്കുന്ന ജനകാത്മജയെ വിഭീഷണപുത്രിയും കാവൽക്കാരിയുമായ ത്രിജട സമാധാനിപ്പിച്ചു. രാജകുമാരി, എഴുന്നേൽക്കൂ, ഇതൊന്നും കണ്ട് വിശ്വസിക്കരുത്. ഇത് രാക്ഷസമായയാണ്. ആ വന്ന വിദ്യുജ്ജുഹ്വൻ വലിയ മായാവിയും മാന്ത്രികനുമാണ്. അവന്റെ ഇന്ദ്രജാല മായാവിദ്യകളാണ് നാം ഇവിടെ കണ്ടത്. രാവിലെ രാവണൻ പറഞ്ഞു, ഇപ്പോൾ സീതയുടെ ക്ഷോഭം അവസാനിച്ചിരിക്കും. വരൂ, നമുക്ക് ഒന്നുകൂടി പോയി പരിശ്രമിച്ചു നോക്കാം. അപ്പോൾ വിദ്യുജ്ജുഹ്വൻ പറഞ്ഞു, പ്രഭോ, ലങ്കാധിപതി, നമ്മുടെ മനക്കോട്ട തകർന്നുപോയി. ആ ശിരസും ധനുസും അപ്രത്യക്ഷമായിരിക്കുന്നു. ആ സതീമണിയുടെ മുമ്പിൽ എൻ്റെ മന്ത്രവും മായയും ഫലിക്കുകയില്ല. അത് കേട്ട് രാവണൻ സ്തംഭിച്ചിരുന്നു പോയി. യുദ്ധം 2ാം ദിവസമാണ്. രക്ഷോവരന്മാർ കണക്കില്ലാതെ ചത്തൊടുങ്ങുന്നുണ്ട്. മർക്കട സൈന്യം പാറകൾ അടർത്തി എടുത്തെറിഞ്ഞും പാദപങ്ങൾ പറിച്ചടിച്ചും നിശീചരന്മാരെ നിതാന്ത നിഗ്രഹം ചെയ്തുകൊണ്ടിരുന്നു. സമരം അന്നും തികഞ്ഞ പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് കണ്ട ഇന്ദ്രജിത്ത് മനസ്സിൽ എന്തോ കുടിലത നനച്ചുകൊണ്ട് പെട്ടെന്ന് അമ്പരതലത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷനായി.
ഗംഗാപതിദത്തമായ നാഗാസ്ത്രം അഭിമന്ത്രിച്ച് മേഘനാഥൻ മേഘമറവിൽ നിന്നുകൊണ്ട് ശത്രുക്കളുടെ നേർക്ക് പ്രക്ഷേപിച്ചു. ആ പന്നഗാസ്ത്ര പാശം സർവ മർക്കട സഞ്ചയങ്ങളെയും ലക്ഷ്മണനെയും ബാധിച്ച് അവരെ അചേതനരാക്കി രണാങ്കണത്തിൽ വീഴിച്ചു. അടർക്കളം നിശബ്ദ നിർഭരമായി. ഇന്ദ്രജിത്ത് വിജയകാഹളം മുഴക്കി. നക്തഞ്ചര സൈന്യം ആർത്തു വിളിച്ചു. താൻ രാമവിഭീഷണന്മാരെ ഒഴിച്ച് സർവകവികളെയും ലക്ഷ്മണനെയും വധിച്ച് യുദ്ധം ജയിച്ചിരിക്കുന്നു എന്ന് പിതാവിനെ ധരിപ്പിച്ചു. നാളത്തെ യുദ്ധത്തിൽ ശേഷിച്ച രാമവിഭീഷണന്മാരെ കൂടി താൻ അന്തപുരത്തിലേക്ക് അയക്കുമെന്നും പറഞ്ഞു. അനന്തരം ദശാസ്യൻ പ്രഹസ്തനെ വിളിച്ച് വിജയക്കൊടികൾ നാട്ടുവാൻ ആജ്ഞാപിച്ചു. പുരസ്ത്രീകൾ പോയി സീതയെ പരിമള ജലത്തിൽ കുളിപ്പിച്ച് വിശേഷ വസ്ത്രാഭരണങ്ങൾ അണിയിക്കാനും കൽപ്പിച്ചു. പ്രഹസ്തൻ ചോദിച്ചു, രാമനെ നിഗ്രഹിച്ചിട്ട് പോരെ സീതയുടെ കാര്യത്തിൽ തലയിടാൻ? എന്നാൽ അത് മതിയെന്ന് രാവണനും സമ്മതിച്ചു. രണാങ്കണം നിശബ്ദമായത് കണ്ട് കാരണമറിയുവാനായി രാമൻ വിഭീഷണനും ഒരുമിച്ച് സമര സങ്കേതങ്ങളിലേക്ക് ചെന്നു. സർവ വാനരന്മാരും ലക്ഷ്മണനും മരണമില്ലാത്ത മാരുതിയുമെല്ലാം മരിച്ചതുപോലെ ചലനരഹിതരെ കിടക്കുന്നു. സർവജ്ഞനായ രാമഭദ്രന് കാര്യം മനസ്സിലായി. മേഘനാഥന്റെ മായാബദ്ധമായ നാഗാസ്ത്ര ബന്ധനമാണ് അതിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്രമേയ പ്രഭാവനായ ആ കരുണാവാരിധി അല്പസമയം നിർനിമേഷനായി പശ്ചിമ ദിക്കിലേക്ക് നോക്കി നിന്നു. അസ്തമയം ആയിട്ടില്ല. സൂര്യപ്രകാശം എങ്ങും തിളങ്ങുന്നുണ്ട്. അദ്ദേഹം തന്റെ വാഹനത്തെ സ്മരിച്ചു. അതാ വരുന്നു. സപ്ത ദീപങ്ങളും സപ്തസാഗരങ്ങളും സപ്തശൈലങ്ങളും ഇളകി കുലുങ്ങുമാറ് ഒരു സുവർണ പർവ്വത സന്നിഭം വിഷ്ണുവാഹനമായ ഗരുഡൻ അതാ പറന്നെടുക്കുന്നു. വന്നപാടെ രാമപാദങ്ങളിൽ നമസ്കരിച്ചതിനു ശേഷം വൈനതേയൻ രണഭൂമിയെ തന്റെ അരുണമിഴികളാൽ ഒന്ന് അവലോകനം ചെയ്തു. ഉഗ്രമായ ഗരുഡ വീക്ഷണം. അനന്തരം രാമപാദങ്ങൾ വീണ്ടും വണങ്ങി വന്ദിച്ച് തിരിച്ചു പോകുകയും ചെയ്തു. ഗരുഡ വീക്ഷണത്തോടുകൂടി വാനരന്മാരെയും ലക്ഷ്മണനെയും ചുറ്റിയിരുന്ന നാഗാസ്ത്ര ബന്ധനം അഴിഞ്ഞ് ശിഥിലമായി പോയി. എല്ലാവരും ഉറക്കത്തിൽ നിന്നും ഉണർന്നവരെ പോലെ എഴുന്നേറ്റ് പൂർവാധികം ശക്തിപ്രഭാവത്തോടും ഉന്മേഷത്തോടും കൂടി ഉടനെ തന്നെ യുദ്ധം ആരംഭിച്ചു. വലിയ പാറകളും പാഷാണങ്ങളും പ്രാകാരത്തിനകത്തേക്ക് എറിഞ്ഞു. ഓടുന്ന രാക്ഷസന്മാരെ ഒന്നിനെ പോലും വിടാതെ അവർ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്തുണ്ടായ ആക്രമണം. രാവണൻ ആകെയെന്ന് പതറിപ്പോയി. നിശാചര സൈന്യം വീണ്ടും 4 ഗോപുരങ്ങളിലും സുശക്തമായി നിലയുറപ്പിച്ചു. പിന്നീട് നടന്ന യുദ്ധത്തില് ബാലി തനയൻ വജ്രദംഷ്ട്രനെ വധിച്ചു. പ്രഹസ്തനെ നീലൻ വധിച്ചു. രാവണന്റെ 4 സേനാപതികളും വധിക്കപ്പെട്ടു. ചെല്ലുന്ന രാക്ഷസന്മാരെ മർക്കടന്മാർ വധിക്കുന്ന വിവരം കേട്ട് അവരുടെ സംഖ്യാബലം അറിയുന്നതിന് വേണ്ടി ദശമുഖൻ തന്റെ ഉത്തര പ്രാസാദത്തിന്റെ മുകളിൽ കയറി ഉത്തര ദിക്കിലേക്ക് നോക്കി. രാമേശ്വരം മുതൽ സുവേല പർവ്വതം വരെ നീണ്ടുകിടക്കുന്ന സേതുവിൽ വാനരവൃന്ദം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. രാവണന്റെ ഉള്ളത്തിൽ ഭയത്തിന്റെ ഒരു കാളസർപ്പം പത്തിവിടർത്തി. രാവണപുത്രനായ അതികായനും ലക്ഷ്മണനും തമ്മിലാണ് അന്ന് ഏറ്റുമുട്ടിയത്. എന്നാൽ അതികായനെ തോൽപ്പിക്കാൻ ലക്ഷ്മണനെ തോൽപ്പിക്കാൻ അതികായനോ സാധിച്ചില്ല. രണ്ടുപേർക്കും നന്നായിട്ട് പരിക്കുകൾ പറ്റിയെങ്കിലും രണ്ടുപേർക്കും പരാജയവും സംഭവിച്ചില്ല. അന്ന് രാത്രിയിൽ അതികായന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ വിഭീഷണൻ രാമലക്ഷ്മണന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. രാവണൻ പുഷ്പക വിമാനത്തിൽ കയറി ഒരിക്കൽ വിനോദാർത്ഥം ആകാശ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മയൂരപർവ്വതത്തിന്റെ മനോഹര താഴ്വര പ്രദേശത്ത് സുന്ദരാംഗികളായ ഏതാനും ഗന്ധർവ തരുണിമാർ വിളയാടുന്നതായി കണ്ടു. പങ്ക്തിവദനൻ കാമപരവശനായി വിമാനം പെട്ടെന്ന് താഴെ ഇറക്കി ആ യുവതികളിൽ ഏറ്റവും സുന്ദരാംഗിയായ ഒരുവളെ പിടിച്ച് ബലമായി പരിരംഭണം ചെയ്തു. അവൾ ചിത്രാംഗതൻ എന്ന ഗന്ധർവന്റെ പത്നിയായ ചിത്രാംഗിയായിരുന്നു. ആ ഗന്ധർവമാനിനി അപ്പോൾ തന്നെ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. പ്രസവാനന്തരം ചിത്രാംഗി വാനവർ ലോകത്തേക്ക് പോയി കളഞ്ഞു. തന്റെ ഓമൽ പുത്രനിൽ നിന്നുള്ള വാത്സല്യത്തോടെ ദശാസ്യൻ ആ പൈതലിനെ കയ്യിലെടുക്കാൻ നോക്കി. സാധിച്ചില്ല. അതങ്ങ് വളരാൻ തുടങ്ങി. അവന്റെ ക്രമാതീതമായ വളർച്ച കണ്ട് രാവണൻ ആ ബാലന് അതികായൻ എന്ന നാമകരണം ചെയ്തു. അവന്റെ
ദേഹപുഷ്ടിക്ക് അനുയോജ്യമായ പേരായിരുന്നു അത്. അവൻ തന്നെത്താൻ വിമാനത്തിൽ ചാടിക്കയറി. സന്താനമില്ലാതെ കഴിയുന്ന ധന്യമാലയ്ക്ക് രാവണൻ ആ പുത്രനെ ലങ്കയിൽ എത്തിയ ഉടനെ തന്നെ ദാനം ചെയ്തു. അവൾ പരമാനന്ദ തുന്തിലയായി അവനെ തന്റെ ദത്തുപുത്രനായി സ്വീകരിച്ച് ഓമനിച്ചു വളർത്തി.